600 വർഷത്തിൻ്റെ ചരിത്രവുമായി തല ഉയർത്തി നിൽക്കുകയാണ് ആയിരങ്ങൾക്ക് അക്ഷര ചൈതന്യം പകർന്നു നൽകിയ വെള്ളില GLP സ്കൂൾ. അക്ഷര വെളിച്ചമില്ലാത്ത ഒരു കാലത്ത് പിറവിയെടുത്ത ഈ വിദ്യാലയത്തിന് പുതിയ തലമുറക്ക് നൽകാൻ കഥകളേറെയുണ്ട്. ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന ഈ വിദ്യാലയം നിരവധി പ്രതിഭകളെ വാർത്തെടുത്ത ഒരു കലാലയമാണ്. വെള്ളില GLP സ്കൂൾ മാതൃകാപരമായ വിവിധ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ ഏറെ വ്യത്യസ്തത പുലർത്തുന്നു. പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലെ മികവ് കൂടിയാണ് വെള്ളില GLP സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നത്. അധ്യാപകർ, സ്കൂൾ PTA, MTA, SMC, പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്നിവരുടെ കൂട്ടായ ശ്രമഫലമായി ഈ വിദ്യാലയത്തിൻ്റെ വിജയക്കുതിപ്പ് തുടരുന്നു. ഇനിയും ഏറെ മുന്നേറാനുണ്ട്. അക്കാദമിക ഭൗതിക നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ഈ 100ാം വാർഷിക പ്രഖ്യാപന വേളയിൽ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഉയർച്ചയ്ക്കായി നമ്മോടൊപ്പം കൈകോർത്തവർ, പങ്കാളിയായവർ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് 2023-24 വർഷത്തെ റിപ്പോർട്ട് ഡിജിറ്റൽ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. ഒരു നൂറ്റാണ്ടുകാലം വെള്ളില പ്രദേശത്തിന് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ഒരു മഹത് വിദ്യാലയമാണ് വെള്ളില GLP സ്കൂൾ. അക്കാദമിക രംഗത്ത്, കായിക രംഗങ്ങളിൽ, മറ്റെല്ലാ രംഗങ്ങളിലും മങ്കട സബ് ജില്ലയിൽ തന്നെ 1ാം നിരയിൽ നിൽക്കുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് വെള്ളില GLP സ്കൂൾ. അതിൻ്റെ 100ാം വാർഷികാഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. അക്കാദമിക കാര്യങ്ങളിലും മറ്റെല്ലാ രംഗങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നതോടൊപ്പം തന്നെ ഭൗതിക കാര്യങ്ങളിൽ നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്കൂളും അതിൻ്റെ ചുറ്റുപാടുകളും പരിസരവുമൊക്കെ കൂടുതൽ ആകർഷകമാക്കി മാറ്റിയെടുക്കുക, കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാക്കുന്ന തരത്തിൽ പുതിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കുക, ഇതൊക്കെ ഈ 100ാം വാർഷികാഘോഷത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ഈ വിദ്യാലയത്തെ എന്നും താലോലിച്ച് മനസ്സിൽ കൊണ്ട് നടക്കുന്ന അതിൻ്റെ രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ എല്ലാവരും ഈ വിദ്യാലയത്തെ എല്ലാ അർത്ഥത്തിലും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പരസ്പരം സഹകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്നും നമ്മുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിലേക്ക് മികച്ച ഭൗതിക നിലവാരങ്ങൾ ആർജിക്കുന്നതിൽ എല്ലാ ആളുകളുടെയും പിന്തുണ സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുന്നതിന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേടിയെടുക്കുന്നതിന്, അങ്ങനെ എല്ലാ രംഗങ്ങളിൽ നിന്നും നമ്മുടെ വിദ്യാലയത്തിന് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ കൂടി നേടിയെടുത്തുകൊണ്ട് അക്കാദമികവും ഭൗതികവുമായ തലങ്ങളിൽ ഒരു മാതൃകാ വിദ്യാലയമായി ഇതിനെ ഉയർത്തി എടുക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ ഈ 100ാം വാർഷികത്തിൻ്റെ സന്ദേശം എന്ന് ഞാൻ ഉണർത്തുന്നു. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും അതിന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2023-24 അക്കാദമിക വർഷം നമ്മുടെ വിദ്യാലയത്തിന് തിളക്കമേറിയ മറ്റൊരു വർഷമായിരുന്നു. കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പ്രവർത്തന ഫലമായി സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കാൻ നമുക്ക് സാധിച്ചു. മങ്കട സബ് ജില്ലയിലെ 82 സ്കൂളുകളോട് മത്സരിച്ച് അറബി കലാമേളയിൽ ഓവറോൾ 2ാം സ്ഥാനം, ജനറൽ കലാമേളയിൽ ഓവറോൾ 3ാം സ്ഥാനം എന്നിവ കരസ്ഥമാക്കി. മങ്കട പഞ്ചായത്ത് പ്രീ പ്രൈമറി കലോത്സവത്തിൽ ഓവറോൾ 2ാം സ്ഥാനം നേടിയത് നമ്മുടെ വിദ്യാലയത്തിന്റെ മികവിന്റെ പൊൻതൂവലാണ്. കഴിഞ്ഞ വർഷം LSS പരീക്ഷയിൽ 15 വിദ്യാർത്ഥികൾക്ക് LSS സ്കോളർഷിപ്പ് നേടാനായതും വിദ്യാലയത്തിന് മറ്റൊരു മുതൽക്കൂട്ടാണ്. സബ് ജില്ലാതല അറബിക് ടാലന്റ് ടെസ്റ്റിൽ നമ്മുടെ വിദ്യാലയത്തിലെ അൻഷ ജാസ്മിൻ 3ാം സ്ഥാനവും, പഞ്ചായത്ത് തല വായനാ ദിന ക്വിസ് മത്സരത്തിൽ ഫാത്തിമ ഫിദയും അൻഷ ജാസ്മിനും 2ാം സ്ഥാനവും നേടിയെടുത്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി മങ്കട പഞ്ചായത്ത് സർഗോത്സവം LP വിഭാഗം ചിത്രരചനയിൽ 1ാം സ്ഥാനത്തിന് നമ്മുടെ വിദ്യാലയത്തിലെ ഷിൽന K അർഹയായതും വിദ്യാലയത്തിന്റെ മറ്റൊരു നേട്ടമാണ്. 2024 ഫെബ്രുവരി 24-25 തീയതികളിൽ നടന്ന ജീനിയസ് ടോപ്പ് ഇംഗ്ലീഷ് എലോക്കേഷൻ കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഹഷ്മി റിയാനും 4ാം ക്ലാസ് വിദ്യാർത്ഥി ഷെസിൻ റോഷനും സംസ്ഥാന മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സ്കൂളിനായി ഫുട്ബോൾ ടീം രൂപീകരിക്കുകയും പ്രത്യേക പരിശീലനം ആരംഭിക്കുകയും ചെയ്തു.
മങ്കട ഹൈസ്കൂളിൽ നടത്തിയ ഫുട്ബോൾ മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ വർഷത്തെ മികവാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 2023 മെയ് 27 നടന്ന ബുൾബുൾ സമ്മർ ക്യാമ്പിലൂടെയായിരുന്നു ഈ അധ്യയന വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വളരെ മികച്ച രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സും ഈ ക്യാമ്പിലൂടെ കുട്ടികൾക്ക് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ പരസ്പരം ചിന്താശീലത്തോടെ സ്വഭാവം കെട്ടിപ്പടുക്കുകയും സ്വയം അച്ചടക്കം വളർത്തുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. രസകരമായ വിവിധ കളികൾ, വ്യായാമങ്ങൾ, സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രൂപ്പ് അഭിനയം എന്നിവയിലും കുട്ടികൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. 2023 ജൂൺ 1 പ്രവേശനോത്സവം വളരെ വിപുലമായി ആഘോഷിച്ചുകൊണ്ട് നവാഗതരെ സ്വാഗതം ചെയ്തു. 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ ചടങ്ങിൽ അനുമോദിച്ചു. പരിസ്ഥിതി ദിനമായ ജൂൺ 5 കുട്ടികൾക്കായി ഹെർബേറിയം പ്രദർശനം, പരിസ്ഥിതി സന്ദേശ പരിപാടികൾ, വൃക്ഷത്തൈ നടൽ എന്നിവ നടത്തി. ജൂൺ 19 തുടക്കം കുറിച്ച വായന മാസാചരണം, വായന ഇടം, വിദ്യാരംഗം എന്നിവയുടെ ഉദ്ഘാടനം മങ്കട GLP സ്കൂൾ ഹെഡ് മാസ്റ്റർ മുസ്തഫ മാസ്റ്റർ നിർവഹിച്ചു. വായനാ വാരത്തിൽ അക്ഷരമരം, വായനാ മത്സരം, ക്യൂസ്, ക്ലാസ് ലൈബ്രറി വിപുലീകരണം തുടങ്ങിയ വിവിധ തരം പ്രവർത്തനങ്ങൾ നടന്നു. അമ്മമാർക്കായി നടത്തിയ ക്യൂസ് മത്സരത്തിൽ ഷിഫാന ഷെറിൻ, സഫൂറ ഷിറിൻ എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് മെഹന്തി ഫെസ്റ്റും രക്ഷിതാക്കൾക്കായി മാപ്പിളപ്പാട്ട് മത്സരവും നടത്തി. അഫ്സൽ, സുരേഷ് കുമാർ എന്നിവർ സമ്മാനത്തിനർഹരായി. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ആയിരനാഴി കോവിലകം സന്ദർശിച്ചു. കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനു വേണ്ടി വയൽ സന്ദർശനവും കർഷകരുമായി അഭിമുഖവും നടത്തി. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേയിൽ മങ്കട ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ വേണുഗോപാൽ മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ച് കഥാപാത്ര ആവിഷ്കാരം, ചുമർ പത്രിക, ഡോക്യുമെന്ററി പ്രദർശനം, ക്വിസ് മത്സരം എന്നിവ നടന്നു. ജനാധിപത്യ രീതികളെക്കുറിച്ച് കുട്ടികളിൽ അവബോധമുണ്ടാക്കുന്നതിനായി സ്കൂൾ പാർലമെന്ററി ഇലക്ഷൻ നടത്തുകയും സ്കൂൾ ലീഡറായി 4ാം ക്ലാസ്സിലെ അൻഷ ജാസ്മിനും ഡെപ്യൂട്ടി ലീഡറായി മുഹമ്മദ് ഫാദിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ 21 ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ആകാശക്കാഴ്ച ഒരുക്കി. ജൂലൈ 14 വിക്ഷേപിച്ച ചാന്ദ്രയാൻ 3യുടെ മാതൃകകൾ വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു. Lift off normal. Here we have a majestic lift off of LBM-3 M4 rocket carrying India's prestigious Chandrayaan 3 spacecraft. P2 tracking. प्रज्वलन और सफलतापूर्ण उत्थापन LBM-3 M4 रॉकेट का जो ग्रीन स्काई रॉकेट आसमान को चीरते हुए अपनी भयानक दहाड़
ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ബുൾബുൾ യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള മാർച്ച് പാസ്റ്റിംഗും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മധുര വിതരണവും നടന്നു. ഓഗസ്റ്റ് മാസത്തിൽ സ്കൂൾ ഗണിത, ശാസ്ത്ര, പ്രവൃത്തി പരിചയമേളകൾ നടത്തുകയും സബ് ജില്ലാതല മത്സരത്തിനായുള്ള വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഓഗസ്റ്റ് അവസാന വാരത്തിൽ നടന്ന ഓണാഘോഷ പരിപാടി വിഭവ സമൃദ്ധമായ സദ്യയും വിവിധ ഓണക്കളികളും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ മെഗാ പൂക്കളം ഒരു വ്യത്യസ്ത അനുഭവമാണ്. ടുത്തു നിന്നൊരു ചെറുത്തു താഴം സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ മുൻ അധ്യാപകൻ രാഘവൻ മാസ്റ്ററെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അദ്ദേഹത്തിന്റെ അധ്യാപന അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. കുട്ടികൾ അധ്യാപകരായി ക്ലാസ് നയിച്ചത് കുട്ടികൾക്കൊരു പുത്തൻ ഉണർവേകി. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നിലെത്തിക്കാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിജയഭേരി വിജയസ്പർശം പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം വാർഡ് മെമ്പർ പി ജംഷീർ നിർവഹിച്ചു. കുട്ടികളുടെ കായിക അഭിരുചി വളർത്തുന്നതിനായി സ്കൂൾ തല കായികമേള സെപ്റ്റംബർ 13 സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം 2023-24 ഭാഗമായി ചിത്രകല, അഭിനയം, കഥ, കവിത, ശില്പശാലകൾ നടത്തി. സെപ്റ്റംബർ 23 മഴവിൽ അറ്റ് 100 ചിത്രകലാ ശില്പശാല ചിത്രകലാ അധ്യാപകനായ ശ്രീ അൻവർ ശാന്തപുരം ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 29 എഴുത്തുകാരിയും അധ്യാപികയുമായ ജലജ പ്രസാദ് ആയിരുന്നു കുട്ടിത്തൂലിക അറ്റ് 100 കഥാ കവിത ശില്പശാല നയിച്ചത്.
ഒക്ടോബർ 4 നടത്തിയ താരം അറ്റ് 100 എന്ന അഭിനയ ശില്പശാല അഭിനേതാവും അധ്യാപകനുമായ ശ്രീ ഷെഫീഖ് തുളുവത്ത് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ അന്തർലീനമായ കഴിവുകളെ തൊട്ടുണർത്താനുതകുന്ന പ്രവർത്തനങ്ങളാണ് സർഗോത്സവം ശില്പശാലകളിലൂടെ നടന്നത്. ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനത്തിൽ കുട്ടികൾക്ക് വെള്ളിലെ പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കാനും തപാൽ സംവിധാനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും സൗകര്യമൊരുക്കി. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് അമ്മമാർക്കായി പാചക മത്സരം നടത്തുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. നവംബർ 1 കേരള പിറവി ദിനത്തിൽ ക്ലാസ് തല പരിപാടികൾ സംഘടിപ്പിച്ചു. നവംബർ 14 ശിശുദിനത്തിൽ പ്രത്യേക ബാലസഭ നടത്തി. ലോക അറബി ഭാഷാ ദിനവും ദേശീയ ഗണിത ദിനവും സമുചിതമായി ആഘോഷിച്ചു. ക്രിസ്തുമസ് ആഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. 1ാം ക്ലാസ്സുകാരുടെ ഭാഷോത്സവത്തിൻ്റെ ഭാഗമായി നിലാവ്, തളിര്, തെളിച്ചം എന്നീ ക്ലാസ് പത്രങ്ങൾ പ്രകാശനം ചെയ്യുകയും പാട്ടരങ്ങ്, കഥോത്സവം എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്തു. ജനുവരിയിൽ നടന്ന ക്ലാസ് PTA-യിൽ സംയുക്ത ഡയറി, രചനോത്സവം, പതിപ്പ് എന്നിവ പ്രകാശനം ചെയ്തു. ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൽ വായനാ മത്സരവും മാറുന്ന മലയാളം എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരവും സംഘടിപ്പിച്ചു. ജനുവരി ആദ്യവാരത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള ഹെൽമറ്റ് വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റഫീഖ നിർവഹിച്ചു. ഈ വർഷത്തെ 4ാം ക്ലാസ് പഠനയാത്ര ജനുവരി 6 കോഴിക്കോട് സ്നോ ഫാന്റസി, ഫറൂഖ് ഓട് ഫാക്ടറി, പ്ലാനറ്റോറിയം, ബീച്ച് എന്നിവിടങ്ങളിലേക്ക് സംഘടിപ്പിച്ചു. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനത്തിൽ കുട്ടികൾക്കായി ശാസ്ത്ര പരീക്ഷണങ്ങളും ഡോക്യുമെൻ്ററി പ്രദർശനവും നടത്തി. സ്കൂളിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാനും ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനും വേണ്ടി മാസത്തിൽ 4 പ്രാവശ്യം സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് യോഗം ചേരുന്നുണ്ട്. കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനായി ക്ലാസ് PTA യോഗം സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 15 വർഷമായി പ്രീ പ്രൈമറി രംഗത്ത് തനതായ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ഭൗതിക, കായിക, ചാലക വികാസത്തിലൂന്നിയുള്ള പഠനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി സ്റ്റാർ പദ്ധതിയിലൂടെ നമുക്ക് ലഭിച്ച വർണ്ണക്കൂടാരം എന്ന കളിസ്ഥലത്തിൻ്റെ ഉദ്ഘാടനം ആഗസ്റ്റ് മാസത്തിൽ മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. അസ്കർ അലി നിർവഹിച്ചു.
രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പങ്കെടുത്ത പ്രീ പ്രൈമറി കായികമേള തീ പാറുന്ന ഒരു മത്സര ഇടമായി. പ്രീ പ്രൈമറി തലത്തിൽ എല്ലാ രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ച് വരയുത്സവം, കഥയുത്സവം എന്നിവ നടത്തി. കുട്ടികളോടൊപ്പം രക്ഷിതാക്കളുടെ പങ്കാളിത്തവും പരിപാടിയുടെ മാറ്റുകൂട്ടി. മാർച്ച് 4-ാം തീയതി നടത്തിയ പഠനോത്സവം പഠന മികവിന്റെ മറ്റൊരു നേർക്കാഴ്ചയായിരുന്നു. നമ്മുടെ വിദ്യാലയത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. കൂടുതൽ മികവാർന്ന അടുത്ത അക്കാദമിക വർഷത്തേക്കായി നൂതനമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് LKG മുതൽ 4-ാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ഫെബ്രുവരി 19 മുതൽ ആരംഭിച്ചിരിക്കുന്നു. ഈ വർഷത്തെ ഡിജിറ്റൽ റിപ്പോർട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. സഹകരിച്ച, സഹായിച്ച എല്ലാവർക്കും നന്ദി.